നിങ്ങൾ കുറെ പേര് വെയിറ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇൻഡോർ പ്ലാന്റ്സ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ വാട്ടർ പ്ലാന്റ്സിനും മറ്റു പ്ലാന്റ്സിനും ഒക്കെ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ട് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു. ഫെർട്ടിലൈസേഴ്സ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 3 ടൈപ്പ് ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയിട്ടാണ്. ഒന്നാമത്തേത്, നമ്മൾ അരി കഴുകിയ വെള്ളം ചുമ്മാ ഒഴിച്ച് കളയാതെ അതെടുത്ത് വെച്ചാല് ഒരു ദിവസത്തിന് ശേഷം നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. രണ്ടാമത്, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്, യൂസ് ചെയ്ത് കഴിഞ്ഞ് വേസ്റ്റ് വരുന്ന മുട്ടത്തോട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം ചുവന്നുള്ളിയുടെയും സവാളയുടെയും തോല് പൊളിച്ചതും രണ്ടും നമ്മൾ കുറച്ച് ശേഖരിച്ചു വെക്കുവാണെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കാം. വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിന്റെ വെള്ളം ഊറ്റിയെടുത്ത് അതിന്റെ സ്ലറി എടുത്ത് യൂസ് ചെയ്യാം. പക്ഷെ ഫ്ളാറ്റിലും മറ്റും താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും എളുപ്പം ഇങ്ങനെ പൊടിച്ചു വെച്ച് യൂസ് ചെയ്യുന്നതാണ്. ഇവ രണ്ടും പൊടിക്കാതെ തന്നെ വെള്ളത്തിലിട്ട് വെച്ച് അതിന്റെ സ്ലറി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വീടുകളിൽ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ പറമ്പുള്ളവർക്കോ അത് ചെയ്യാനായിട്ട് എളുപ്പമാണ്. സ്മെല്ലൊന്നും നമുക്ക് പ്രശ്നമില്ല. ഫ്ളാറ്റുകളിലും അതുപോലെ കുറഞ്ഞ സ്പേസിലും താമസിക്കുന്നവർക്ക് അത് അത്ര എളുപ്പമല്ല. പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ മിശ്രിതം നമ്മുടെ പ്ലാന്റ്സിന്റെ എണ്ണം അനുസരിച്ച് അതിൽ നിന്ന് കുറച്ച് പൊടിയെടുത്ത് വെള്ളം ചേർത്ത് കലക്കി വെക്കാം. ഒരു ദിവസത്തിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം. 2 തരത്തിലാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ 2-3 മണിക്കൂർ പ്ലാന്റ്സിന്റെ വേര് മുക്കി വെച്ചിട്ട് പിന്നീട് അത് തിരിച്ച് അതത് ബോട്ടിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഈ മിശ്രിതം നേർപ്പിച്ചിട്ട് നമ്മളിപ്പോ ചെയ്ത് കാണിച്ചതുപോലെ ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇനി നെക്സ്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ബനാന പീൽ വെച്ചിട്ടാണ്. നമ്മൾ ഫ്രൂട്ട്സ് ഇവിടെ മാറി മാറി മേടിക്കുന്നത് കൊണ്ട് എപ്പോഴും ബനാന പീൽ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ബനാന പീൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ജാറ് നിറയെ വെള്ളത്തിൽ അടച്ചു വെക്കുക. 3-4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വെള്ളം അരിച്ചെടുത്ത് യൂസ് ചെയ്യാം. അരിച്ചെടുത്ത് ബാക്കി വന്ന തരികളൊക്കെ കലക്കി നമുക്ക് മണ്ണിലുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ വീഡിയോയിൽ കാണിക്കുന്ന ഈ നിയോൺ പോത്തോസ് കൊണ്ടുവന്നപ്പോൾ ഫസ്റ്റ് കാണിച്ച ആ ശോക അവസ്ഥയിലായിരുന്നു. നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഇത്രയും നന്നാക്കി എടുത്തത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഇവയൊക്കെ നിങ്ങളും ട്രൈ ചെയ്യൂട്ടോ.